ഹായ് ഗായ്സ്. സോ എന്റെ പേര് അജിത്. സോ നമ്മൾ ഈ യൂട്യൂബ് ചാനൽ ഇപ്പൊ തുടങ്ങിയേക്കണാണ്. സോ ആക്ച്വലി നിങ്ങളിപ്പോ ഒരു തമ്മയില് കണ്ടിട്ടുണ്ടാവും. ലൈക്ക് നമ്മൾ ഇന്നത്തെ ഒരു ടോപ്പിക് അല്ലെങ്കിൽ ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്ന ഒരു കണ്ടന്റ് എന്ന് പറഞ്ഞാല്, സോ ഇപ്പൊ ജോലിക്കായിട്ട് നമുക്കൊരു ഇന്റർവ്യൂ എങ്ങനെ അറ്റൻഡ് ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അതാണ് നമ്മൾ ഇന്നിവിടെ പറയാൻ പോണത്. ഓക്കെ, കുറെ ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അതായത് എന്റെ ഫ്രണ്ട് സർക്കിളിലും എന്റെ ഒരു സർക്കിളിലും ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഇപ്പൊ ഒരു ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ ചിലപ്പോ മുമ്പത്തെ ദിവസം ആയിരിക്കും മോസ്റ്റ്ലി ആൾക്കാർ പ്രിപ്പയർ ചെയ്യേണ്ടത്. ശരിക്കും പക്ഷെ അങ്ങനെയല്ല പ്രിപ്പയർ ചെയ്യേണ്ടത്. കാരണം എന്താ വെച്ചാല് നമുക്കൊരു ഇന്റർവ്യൂ എന്ന് പറഞ്ഞാല്, അതായത് ഇപ്പോ നല്ലൊരു കോമ്പറ്റീഷനുള്ള ഒരു ഏരിയ ആണ് നമുക്ക്. അപ്പൊ ഇന്റർവ്യൂ എന്ന് പറഞ്ഞാല് നമുക്ക് അത്രയും സീരിയസ് ആയിട്ട് കാണേണ്ട ഒരു ഏരിയ ആണ്. അതായത് ഇപ്പൊ നമ്മളിപ്പോ റെസ്യൂമെ അയച്ചു, ആ റെസ്യൂമെ അയച്ചിട്ട് അവിടെ നിന്ന് ഒരു കോള് വരാന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഓപ്പർച്യൂണിറ്റി ആണത്. അപ്പൊ ആ ഓപ്പർച്യൂണിറ്റി നന്നായിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ചാൻസ് നന്നായിട്ട് നമ്മളൊന്ന് പ്രിപ്പയർ ചെയ്യാം. അതായത് ആ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് പ്രിപ്പയർ ചെയ്യണം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കിപ്പോ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ നമുക്കറിയാം, ചിലപ്പോ ചില ഇന്റർവ്യൂസിന് നമ്മൾ മാത്രം ഉണ്ടാവുള്ളൂ. ചില ഇന്റർവ്യൂസിന് നമുക്ക് നല്ല കോമ്പറ്റീഷൻ ഉണ്ടാവും. ചിലപ്പോൾ 10, 20, 25 സ്റ്റുഡൻസ് അല്ലെങ്കിൽ നമ്മുടെ കാൻഡിഡേറ്റ്സ് ഉണ്ടാവാം. അപ്പോ അങ്ങനെ വരുമ്പോൾ നമുക്ക് അവിടെ ഔട്ട്സ്റ്റാൻഡിങ് ആവണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഇന്റർവ്യൂ ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ത്രെഡ് എലമെന്റ് വേണം. അതുണ്ടെങ്കിലേ നമുക്ക് അവിടെ ബ്രേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മള് നമ്മൾ മുമ്പത്തെ ദിവസം പ്രിപ്പയർ ചെയ്യുക, അങ്ങനെ ചെയ്താൽ പോരാ. അപ്പൊ നമ്മൾ ഈ ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അത്രയും പ്രിപ്പറേഷൻസ് ചെയ്യണം. അപ്പൊ ആ പ്രിപ്പറേഷൻസ് ചെയ്യുന്ന കൂട്ടത്തിൽ നമുക്ക് മെയിൻ ആയിട്ട് നമ്മൾ തന്നെ സ്വയം ഇമ്പ്രൂവ് ആവേണ്ട കുറെ ഏരിയ ഉണ്ട്. അതായത് നമ്മൾ സ്വയം കമ്മ്യൂണിക്കേഷൻസ്, അതായത് നമ്മളൊരു ഇന്ററാക്ട് ചെയ്യണ ഒരു ഏരിയ ഉണ്ടാവില്ല, അത് നമ്മൾ സ്ട്രോങ് ആക്കണം. കാരണം ഇപ്പൊ ഇനീഷ്യലി ഇപ്പൊ ഒരു ഫ്രഷർ ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഇപ്പൊ ഒരു ഇന്റർവ്യൂവർ നോക്കുമ്പോൾ അവരുടെ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും ആദ്യം നോക്കുന്നത്. ആ കമ്മ്യൂണിക്കേഷൻ നല്ലതാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ സ്കോർ ചെയ്യാൻ പറ്റും. അതാണ് ഏറ്റവും വലിയൊരു ഗുണം. അപ്പൊ ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാല് അത്രയും ഒരു നമുക്ക് നോക്കേണ്ട ഒരു കാര്യമാണ്. അതും നമുക്ക് ആ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് 1-2 ദിവസം കൊണ്ട് കിട്ടുന്നതല്ല. ഗ്രാജുവലി നമ്മള് ഇപ്പൊ ചില ഇന്റർവ്യൂസ് ഇപ്പൊ ഇംഗ്ലീഷിലായിരിക്കാം, ചിലപ്പോ മലയാളത്തിലായിരിക്കാം, ചിലപ്പോ വേറെ ഏതെങ്കിലും ലാംഗ്വേജിലായിരിക്കാം. അപ്പൊ ഡിപ്പെൻസ്, നമുക്ക് ഏത് ലാംഗ്വേജിലാണെങ്കിലും, ഇപ്പൊ അറിയാത്ത ലാംഗ്വേജ് ആണെങ്കിൽ പോലും നമുക്കത് എങ്ങനെയാണ് നമുക്കത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. ഇപ്പൊ അറിയാത്ത കാര്യങ്ങളാണെങ്കിൽ അറിയില്ല എന്ന് പറയണം, അറിയാവുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. കാരണം ഇപ്പോ കമ്മ്യൂണിക്കേഷൻ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയണ കാര്യം പോലും നമുക്ക് പറയാൻ പറ്റില്ല ക്ലിയർ ആയിട്ട്. അതാണ് കമ്മ്യൂണിക്കേഷൻ എന്തായാലും നിർബന്ധമായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇപ്പൊ പഠിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ പഠിക്കുന്ന കൂട്ടത്തിൽ തന്നെ ചെയ്യുക. ഇപ്പോ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ മോസ്റ്റ്ലി കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഓൾറെഡി ഉണ്ടാവും. കാരണം അവർ ഓരോ കമ്പനീസിൽ വർക്ക് ചെയ്ത് അങ്ങനെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടാവും. ഇല്ലെങ്കിൽ പോലും നമ്മൾ ഓരോ ദിവസം ആൾക്കാരായിട്ട് ഇന്ററാക്ട് ചെയ്യുക, ആൾക്കാരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അത് ഇംഗ്ലീഷിലും മലയാളത്തിലാണെങ്കിലും എങ്ങനെയാണെങ്കിലും. ഇന്റർവ്യൂ ഇപ്പൊ പല തരത്തിലുണ്ടാവാം. അതായത് ഇപ്പോ ഇന്റർവ്യൂ തന്നെ നമുക്ക് ചിലപ്പോ ഫേസ് ടു ഫേസ് ആയിരിക്കും, ചിലപ്പോ ഒരാളെ ഉണ്ടാവുള്ളൂ, ചിലപ്പോ 4-5 പേരുണ്ടാവും. അതേപോലെ പല ടൈപ്പ് ഇന്റർവ്യൂസ് ഉണ്ട്. നമുക്കിപ്പോ അത് ഓരോ കമ്പനിയുടെ ഒരു സ്ട്രക്ചർ ഉണ്ടാവും, ഇന്റർവ്യൂയുടെ ഒരു പാറ്റേൺ. ആ ഒരു പാറ്റേണിന്റെ ബേസിലായിരിക്കും ഓരോ ഇന്റർവ്യൂ രീതി വരുന്നത്. അതിപ്പോ റിട്ടൺ ടെസ്റ്റ് മാത്രമായിട്ട് ഉണ്ടാവും. അത് റിട്ടൺ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾ പോണ ഒരു അക്കൗണ്ടന്റിന്റെ ഒരു ജോലിയാണെന്നുണ്ടെങ്കിൽ അക്കൗണ്ട്സ് ബേസ് ആയിട്ടുള്ള ഇത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇല്ലെങ്കിൽ ചിലപ്പോ എന്തിട്ടാണ് ചിലപ്പോൾ ചുമ്മാ ഒരു മെയിൽ ഡ്രാഫ്റ്റ് ചെയ്യാനായിരിക്കും. അപ്പൊ എങ്ങനെ നമ്മൾ ആ റിട്ടൺ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നോ അങ്ങനെ നമുക്ക് ഇന്റർവ്യൂ ഉണ്ടാവും. മോസ്റ്റ്ലി ഇങ്ങനത്തെ റിട്ടേൺ ഇന്റർവ്യൂ ഒക്കെ വരുന്നത് മോസ്റ്റ്ലി എങ്ങനെയാണ്, നമുക്കിപ്പോ 4-5 റൗണ്ട് ഒക്കെ ഇന്റർവ്യൂസ് വന്ന കമ്പനീസ് ഉണ്ടാവും. MNC-യിലൊക്കെ മോസ്റ്റ്ലി ഒരു 4 റൗണ്ട് ഇന്റർവ്യൂ ഒക്കെ വരും. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഇങ്ങനെ എന്താണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, അതുപോലെ റിട്ടേൺ, അങ്ങനെ ചിലപ്പോ ഇപ്പൊ ഒരു മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോ അതായത് അവരുടെ മാർക്കറ്റിംഗിന്റെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ പറഞ്ഞിട്ട് ആ ഒരു സിറ്റുവേഷനെ അവര് പ്രസന്റ് ചെയ്യാൻ പറയും, ഒരു PPT ഉണ്ടാക്കിയിട്ട്. അപ്പൊ അതൊക്കെ നമ്മൾ ഇപ്പൊ ഒരു പ്രിപ്പയർ ചെയ്തില്ലെങ്കിൽ നമുക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അവിടെ ടൈം ഇമ്പോർട്ടന്റ് ആണ്, നമ്മൾ എങ്ങനെ അത് പ്രസന്റ് ചെയ്യുന്നു എന്നുള്ള ഇമ്പോർട്ടന്റ് ആണ്, നമ്മൾ എടുക്കുന്ന ടോപ്പിക് അല്ലെങ്കിൽ കാരണം അവിടെ വരേണ്ട ഐഡിയാസ് ഒക്കെയാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ എന്തായാലും പ്രിപ്പയർ ചെയ്തേ പറ്റുള്ളൂ. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇന്റർവ്യൂ എന്ന് പറയുമ്പോ മുമ്പത്തെ ദിവസം അല്ല പ്രിപ്പയർ ചെയ്യേണ്ടത്. നമ്മള് എന്താണ് ഒരു അറ്റ്ലീസ്റ്റ് ഒരു ഫ്രഷർ ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു 1 വീക്കോ 2 വീക്കോ മുമ്പ് തന്നെ പ്രിപ്പയർ ചെയ്ത് വരിക, പഠിക്കുന്ന കൂട്ടത്തിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് വരിക. എന്നാലേ നമുക്ക് നന്നായിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇപ്പോ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ പല സോഴ്സും ഉണ്ട്.
ഓരോ കാര്യങ്ങൾ പഠിക്കാനായിട്ടാണെങ്കിൽ. ഇപ്പൊ നമുക്ക് ഒരു ജോലി എന്ന് പറയുമ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് ചെയ്യണത്, നമുക്കിപ്പോ ജോലി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തുടങ്ങുന്നത് ഒരു CV അയക്കാൻ മുതൽ നമുക്ക് അവസാനം ഓഫർ ലെറ്റർ കയ്യിൽ കിട്ടണം. എന്നാലേ നമുക്ക് ആ ഒരു ജോലി കിട്ടി എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ആ CV ഉണ്ടാക്കുക തൊട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ CV ഉണ്ടാക്കുന്ന മുതൽ നമ്മൾ കറക്റ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾ നന്നായിട്ട് കോൺഫിഡന്റ് ആയിട്ട് ഓരോ കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ട് അത് പ്രസന്റ് ചെയ്താൽ മതി. അവിടെയാണ് നമ്മൾ അവിടെ ക്രാക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇപ്പൊ ഈ കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യാൻ കുറെ കാര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോ പല സോഴ്സും ഉണ്ട്. ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ ഗൂഗിളിൽ നോക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് യൂട്യൂബിൽ ഓരോ വീഡിയോസ് കാര്യങ്ങൾ ഉണ്ടാവും. അങ്ങനെ നോക്കിയിട്ട് നമുക്ക് ഈ സാധനങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് ഇതിന്റേതായ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇല്ലെങ്കിൽ നമുക്ക് ഓരോ സ്ഥലങ്ങൾ ഉണ്ടാവും, നിങ്ങളുടെ നിയർ ബൈ ലൊക്കേഷൻസ് ഉണ്ടാവും. അവിടെയൊക്കെ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാം ചെയ്തു തരുന്ന ആൾക്കാരുണ്ട്, എക്സ്പേർട്സ് ഉണ്ടാവും. അപ്പൊ അവരുടെ അടുത്ത് പോയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക, കൂട്ടത്തിൽ നിങ്ങളും ഡെവലപ്പ് ആകുക. സോ ഇതാണ്. അപ്പൊ നിങ്ങൾ ഇന്റർവ്യൂ പോകുമ്പോൾ നല്ല കോൺഫിഡന്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യുക, ഇന്റർവ്യൂ ക്രാക്ക് ചെയ്യുക. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സോ ആക്ച്വലി ഇതെന്റെ ഒരു ഫസ്റ്റ് വീഡിയോ ആണ്. സോ ഇതിൽ എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ ഇടുക. സോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.